ഏഷ്യയിലെ വിസ്മയമായ ഇടുക്കി ആർച്ച് ഡാം 50ാം പിറന്നാളിന്റെ നിറവിൽ 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ച ഈ മഹാത്ഭുതം ഇന്നും കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി നിലകൊള്ളുന്നു. 50 വർഷങ്ങൾക്കിപ്പുറം ഇടുക്കി പദ്ധതികളുടെ ചരിത്ര വഴികളിലൂടെ ഒരു യാത്ര. ഫെബ്രുവരി 12 രാവിലെ 9 മണി. കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തിയ ആ നിമിഷത്തിലാണ് ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത്. 1919 ഇറ്റാലിയൻ എഞ്ചിനീയർ ജേക്കബ് മുന്നോട്ട് വച്ച ആശയം പിൽക്കാലത്ത് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് WJ ജോണിന്റെയും ആദിവാസി മൂപ്പൻ കൊലുമ്പന്റെയും കണ്ടെത്തലിലൂടെയാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയത്. മലയിടുക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന് കുറുകെ പണിത ഈ ആർച്ച് ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഡാമുകളിലൊന്നാണ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിങ്ങനെ 3 അണക്കെട്ടുകൾ ചേരുന്നതാണ് ഈ ബൃഹത്തായ പദ്ധതി. കാനഡയുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ 1960കളിൽ ആരംഭിച്ച നിർമ്മാണം അടിയന്തരാവസ്ഥയുടെ അവസാന കാലത്താണ് പൂർത്തിയായത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ഡാം മൂലമറ്റത്തെ ഭൂഗർഭ നിലയത്തിലേക്ക് വെള്ളമെത്തിച്ചാണ് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. 50ാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും ഏഷ്യയിലെ ഈ വമ്പൻ നിർമ്മിതി അത്ഭുതമായി ഇന്നും വിനോദസഞ്ചാരികളെയും സാങ്കേതിക വിദഗ്ധരെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.